പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ശാന്തവും മനോഹരമായ വിശുദ്ധ ദിവസത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സ്വഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവെ തിരുമുഖത്തേക്ക് നോക്കുവാൻ അവിടുന്ന് കൃപയായിട്ട് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. സ്തോത്രം. ആയുസിൻ്റെ ഓരോ ദിനവും ദൈവകൃപ ഞങ്ങളുടെ കുടുംബങ്ങളിലും കുഞ്ഞുങ്ങളിലും വ്യാപരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്നതായ ആരാധനയൊക്കെയും അവിടുന്ന് സുഗ്രാഹ്യമായ യാഗമായിട്ട് അവിടുന്ന് സ്വീകരിക്കണമേ. സ്വഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവെ ആരാധനയിൽ പങ്കാളികളാകുന്ന ഓരോ പ്രിയപ്പെട്ട മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. COVID-19 പ്രയാസത്തിന് മധ്യത്തിലും പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും കൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ രാജ്യത്തിനും കർത്താവെ അവിടുന്ന് നൽകിയിരിക്കുന്ന വിടുതലിനായിട്ട് സ്തോത്രം. പരിപൂർണമായ വിടുതലും സൗഖ്യവും ആരോഗ്യവും ബലവും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും നൽകി അവിടുന്ന് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ഞങ്ങളെല്ലാവരെയും പൊതിയണമേ. അല്പസമയം കർത്താവെ തിരു മുൻപാകെ ഞങ്ങളായിരിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിനെ ഞങ്ങളെ പൊതിയുകയും വഴി നടത്തുകയും ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 27ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. യേശുവെ ധ്യാനിക്കുമ്പോൾ ഞാൻ സന്തുഷ്ട മാനസം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. യേശു പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നിങ്ങളിൽ മഹാനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. കർത്താവേ, നിങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. ഞാൻ നിങ്ങളുടെ വായി നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവിടുത്തെ പ്രഭാമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവ് നാമത്തിൽ വന്നവനും വരുവായിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട്
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധന സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന പേരെ തിരിക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരും ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് താഴ്മയും വിനയവുമായിട്ട് ഏറ്റുപറയാം. മൂന്നാമത്തെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബോധപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെളിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നെ പുതുക്കണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവരുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിൻ്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. 100-ാം സങ്കീർത്തനം നമുക്ക് പ്രതിവാക്യമായിട്ട് ചൊല്ലാം. സകല ഭൂവാസികളുമായുള്ളവയെ യഹോവയ്ക്ക് അർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്ന് അറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അവന്റെ നാടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയനേക്കുള്ളത്. അവന്റെ വിശ്വസ്തത തലമുറ തലമുറയുമായി ഇരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. അത് ഇപ്പോഴേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഈ സമയത്ത് ഒന്നാമത്തെ പാഠഭാഗം വായിച്ചു കേൾക്കാം. Today's first lesson is from the book of Daniel, chapter 6, verses 11 to 23. Daniel, chapter 6, verses 11 to 23. Then these men went as a group and found Daniel praying and asking God for help. So they went to the king and spoke to him about his royal decree. Did you not publish a decree that during the next 30 days, anyone who prays to any god or human being except to you, your majesty, would be thrown into the lion's den? The king answered, the decree stands in accordance with the law of the Medes and Persians, which cannot be repealed. Then they said to the king, Daniel, who is one of the exiles from Judah, pays no attention to you, your majesty, or to the decree you put in writing. He still prays 3 times a day. When the king heard this, he was greatly distressed. He was determined to rescue Daniel and made every effort until sundown to save him. Then the men went as a group to King Darius and said to him, Remember, your majesty, that according to the law of the Medes and Persians, no decree or edict that the king issues can be changed. So the king gave the order, and they brought Daniel and threw him into the lion's den. The king said to Daniel, May your God,
whom you serve continually, rescue you. A stone was brought and placed over the mouth of the den, and the king sealed it with his own signet ring and with the rings of his nobles, so that Daniel's situation might not be changed. Then the king returned to his palace and spent the night without eating and without any entertainment being brought to him. And he could not sleep. At the first light of dawn, the king got up and hurried to the lion's den. When he came near the den, he called to Daniel in an anguished voice, Daniel, servant of the living God, has your God, whom you serve continually, been able to rescue you from the lions? Daniel answered, May the king live forever. My God sent his angel, and he shut the mouths of the lions. They have not hurt me, because I was found innocent in his sight. Nor have I ever done any wrong before you, your majesty. The king was overjoyed and gave orders to lift Daniel out of the den. And when Daniel was lifted from the den, no wound was found on him, because he has trusted in his God. Here ends the first lesson. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട് ഈ സമയത്ത് നമുക്ക് ചേർന്ന് പാടാം. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട്. കർത്താവിന്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. കർത്താവിന്റെ ദൂതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശവിധാനത്തിന് മീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ സകല ശക്തികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, സൂര്യചന്ദ്രന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ദൈവത്തിന്റെ കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, അഗ്നിയും ഉഷ്ണവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാലവും ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മഞ്ഞും ഉറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഹിമവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ഉറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ഇരുൾ വെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ, എത്രയുമല്ല അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. ഭൂമിയിലെ സഹസ്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. വെള്ളത്തിൽ ചരിക്കുന്ന സകലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ സകല പറവുകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സകല മൃഗങ്ങളും കന്നുകാലികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. മനുഷ്യമക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിനെ വാഴ്ത്തട്ടെ, അവനെ വാഴ്ത്തട്ടെ. കർത്താവിന്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, കർത്താവിന്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിനെ വാഴ്ത്തുവിൻ. വിനയമുള്ള മനുഷ്യരെ കർത്താവിനെ വാഴ്ത്തുവിൻ. അനന്യാവും അസരിയാവും മിശായേലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ നമുക്ക് വാഴ്ത്താം, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്താം. കർത്താവേ, സ്വർഗീയ മണ്ഡലത്തിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു, നീ എന്നേക്കും സ്തുതിക്കപ്പെട്ടവനും എല്ലാറ്റിനും മീതെ മഹോന്നതനും ആകുന്നല്ലോ. സങ്കീർത്തന പാഠഭാഗം ഈ സമയത്ത് വായിച്ചു കേൾക്കാം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം സങ്കീർത്തനം 34, സാംസ് 34 വാക്യപ്രതി വാക്യമായി വായിക്കാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എൻ്റെ നാവിന്മേൽ ഇരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അതു കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ ഭക്തന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവന്റെ ഭക്തന്മാർക്കു ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കുന്നു, യഹോവയെ അന്വേഷിക്കുന്നവർ
നമുക്ക് ഒരു നന്മയ്ക്കും കുറവില്ലല്ലോ. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവിൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആർ? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ചു പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്നും ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്കു യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവർ ആരും ശിക്ഷ അനുഭവിക്കുകയും ഇല്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യെങ്കിലും എപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഈ സമയത്ത് രണ്ടാം പാഠം വായിച്ചു കേൾക്കാം. Today's second lesson is taken from 2 Corinthians chapter 6 verses from 1 to 10. 2 Corinthians chapter 6 verses from 1 to 10. We work together with God, and we beg you to make good use of God's gift of undeserved grace to you. In the scriptures, God says, "When the time came, I listened to you, and when you needed help, I came to save you." That time has come. This is the day for you to be saved. We don't want anyone to find fault with our work, and so we try hard not to cause problems. But in everything and in every way, we show that we truly are God's servants. We have always been patient, though we have had a lot of trouble, suffering, and hard times. We have been beaten, put in jail, and hurt in riots. We have worked hard and have gone without sleep or food. But we have kept ourselves pure and have been understanding, patient, and kind. The Holy Spirit has been with us, and our love has been real. We have spoken the truth, and God's power has worked in us. In all our struggles, we have said and done only what is right. Whether we were honored or dishonored, or praised or cursed, we always told the truth about ourselves. But some people said we did not. We are unknown to others, but well known to you. We seem to be dying, and yet we are still alive. We have been punished, but never killed. And we are always happy, even in times of suffering. Although we are poor, we have made people rich. And though we own nothing, everything is ours. Here ends the second lesson. Praise be to God. 192 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ഭൂലോകമാം വനാന്തരത്തിലൂടെ നാൾതോറുമുള്ള യാത്ര അതിൽ ഞാൻ. 192 കീർത്തനം. Lord,
മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 43-44 വാക്യങ്ങൾ. നിങ്ങളിൽ മഹാനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ദൈവകൃപയിൽ ഞങ്ങളെ ദിനംതോറും പൊതിയുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. ആയുസ്സിൻ്റെ ഓരോ ദിനവും ഞങ്ങളെ വഴി നടത്തുന്ന വിധങ്ങൾക്കും വഴികൾക്കുമായിട്ട് നന്ദി കരേറ്റുന്നു. ദൈവാത്മാവിനാൽ ഞങ്ങളെ മുറ്റുമായി പൊതിഞ്ഞ് അവിടുത്തെ കൃപയിൽ ഞങ്ങളെ നാൾതോറും നിലനിർത്തണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ, വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ദക്ഷിണേന്ത്യ സഭയായി ചിന്തിക്കുന്ന ചിന്താവിഷയം കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിൻ്റെ വില എന്നതാണ്. ഇന്നത്തെ വിശുദ്ധ വേദഭാഗങ്ങളിൽ കൂടിയൊക്കെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഡിസൈപ്പിൾ എന്ന പദം ഡിസിപ്ലിൻ എന്ന പദത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഡിസിപ്ലിൻ എന്നാൽ അച്ചടക്കം എന്നാണ് അർത്ഥം. ശിഷ്യത്വത്തിൽ അച്ചടക്കം ഉണ്ടായിരിക്കണം. അച്ചടക്കമില്ലാതെ ഒരു വ്യക്തിക്കും ശിഷ്യനാകുവാനായിട്ട് സാധിക്കുകയില്ല. അല്ലെങ്കിൽ അച്ചടക്കം നിലനിർത്തേണ്ടതിനായിട്ട് ഒരു ശിഷ്യൻ കൊടുക്കേണ്ടുന്ന വിലയാണ് അവൻ്റെ ശിഷ്യത്വം. ഗുരുവായ കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ശിഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ താല്പര്യങ്ങൾ മാറ്റി എഴുതുവാനായിട്ട് കഴിവുള്ളവൻ ആയിരിക്കണം. സ്വന്തം താല്പര്യങ്ങൾ എത്രത്തോളം മാറ്റി എഴുതുവാനായിട്ട് കഴിയുമോ അത്രയും ശ്രേഷ്ഠമായിരിക്കും ശിഷ്യരിൽ നിന്ന് ലോകത്തിന് ലഭിക്കുന്നതായ സംഭാവന. ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനും രക്തസാക്ഷിയുമായിരിക്കുന്ന ബോൺഹോഫറിൻ്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമാണല്ലോ ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് അഥവാ ശിഷ്യത്വത്തിൻ്റെ വില എന്നത്. ക്രൂശിക്കപ്പെടുക എന്നാണ് ഇതിന് മലയാള തർജ്ജമയായിട്ട് നൽകിയിരിക്കുന്നത്. ക്രൂശ് വഹിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ശിഷ്യത്വം. പഴയ നിയമ പാഠഭാഗത്തിൽ ദാനിയേലിൻ്റെ ജീവിതം ശിഷ്യത്വത്തിന് കൊടുക്കേണ്ടി വന്ന വിലയുടെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. മദ്യവും മാംസവും ഉപയോഗിക്കാതെ നിലപാടുകൾ സ്വീകരിച്ചതായ ധീരനായ വ്യക്തിയുടെ മഹനീയമായ മാതൃകയാണ് ദാനിയേലിൻ്റെ പ്രവചനത്തിൽ നാം കാണുന്നത്. ബാബിലോണിലെ എല്ലാ പ്രജകളും ദാര്യാവേശ് രാജാവ് നൽകിയതായ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ചുകൊണ്ട് രാജാവിനെ മാത്രം അനുസരിക്കണമെന്നുള്ള കൽപ്പന പരിപൂർണമായി അനുസരിച്ചപ്പോൾ ദാനിയേൽ മാത്രം അനുസരിച്ചില്ല. ഈ വേദഭാഗത്ത് ശിഷ്യത്വത്തിൻ്റെ വിലയുടെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും ദാനിയേൽ പ്രവചനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നാം ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് നേരിൻ്റെ ശിഷ്യത്വമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നേരിൻ്റെ ശിഷ്യത്വം. ദാര്യാവേശ് രാജാവിനെ ആരാധിക്കണം എന്ന രാജകൽപ്പന പുറപ്പെട്ടപ്പോൾ എല്ലാവരും അത് അനുസരിച്ചു. ഇത് രാജാവിനോട് ഭക്തി അനുഭവം മാത്രമായിട്ടല്ല, മറിച്ച് രാജകൽപ്പനയുടെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടാണ് എല്ലാവരും ദാര്യാവേശിനെ അനുസരിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. പുറമേ ഭക്തി കാണിച്ചുകൊണ്ട് അകമേ വേറൊരു രീതിയിൽ ആരാധിക്കുന്നതായ ഒരു ജനത്തെയാണ് നാം അവിടെ കാണുന്നത്. എന്നാൽ തൻ്റെ മനസ്സിന് ആത്മാർത്ഥതയോടെ അംഗീകരിക്കാൻ കഴിയാത്തതായ ഭക്തിയെ പ്രകടിപ്പിക്കുവാനായിട്ട് ദാനിയേൽ ഒരിക്കലും ഇവിടെ ശ്രമിക്കുന്നില്ല. മറിച്ച് സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് താൻ ആരാധിക്കുന്നതായ, താൻ വിശ്വസിക്കുന്നതായ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ താഴ്ത്തുകയും ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായ ദാനിയേലിനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഖനിക്കുന്നതായ കർക്കശമായ നിലപാടുകൾക്കെതിരെ, നിയമങ്ങൾക്കെതിരെ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുന്നവരെ സിംഹത്തിൻ്റെ ഗുഹയിലിടുന്നതായ പതിവ് അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നു.
എന്നാൽ അവരെ കൊന്നുകളവാനായിട്ട് സിംഹത്തിൻ്റെ ഗുഹയിലിട്ടപ്പോൾ പോലും അവിടെ പലരും വിചാരിച്ചത് ദാനിയേലും തന്നോടൊപ്പമുള്ളതായ ആളുകളുമൊക്കെയും മരിച്ചു പോകുമെന്നായിരുന്നു. എന്നാൽ സിംഹത്തിൻ്റെ ഗുഹയിൽ ദാനിയേലിനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ദാനിയേലിന് ഒരു കുഴപ്പവും വരാതെ ദാനിയേൽ തിരിച്ച് കയറി വരുന്നതായിട്ട് നമ്മെ വേദഭാഗത്ത് കാണുന്നുണ്ട്. അവിടെ പിറ്റേ ദിവസം രാവിലെ ദാര്യാവേശ് ചെന്നിട്ട് ചോദിക്കുകയാണ്, ദൈവപുരുഷനായുള്ളവനെ നീ കയറി വരിക എന്ന് പറയുന്നു. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിച്ചതായ ദൈവം നേരിനു വേണ്ടി അല്ലെങ്കിൽ താൻ വിശ്വസിക്കുന്നതായ സത്യത്തിനു വേണ്ടി നിലനിൽക്കുന്നതായ ഏതൊരു വ്യക്തിയും രക്ഷിക്കുവാനായിട്ട് മതിയായവനാണ്. ശിഷ്യത്വത്തിൽ നേരിൻ്റെ വഴിയെ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കുകയില്ല. രണ്ടാമതായിട്ട് നാം ഇന്ന് വായിച്ചു കേട്ടതായ ദാനിയേലിൻ്റെ പുസ്തകം തന്നെ 1-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ, ദാനിയേൽ മനഃപൂർവ്വമായിട്ട് ലാളിത്യത്തിൻ്റെ വഴിയെ തിരഞ്ഞെടുക്കുകയാണ്. കമ്പോള സംസ്കാരത്തിൽ ഇന്ന് ഒരു സന്ദേശം മാത്രമേ ലോകത്തിൽ നിലനിൽക്കുന്നുള്ളൂ. കഴിവിൻ്റെ പരമാവധി ജീവിതം ആർഭാടമാക്കുക, പുതിയവ നേടുന്നതിനുള്ളതായ പ്രലോഭനം ഇന്നത്തെ ജീവിതത്തിൽ, അത് ദൈവമക്കളുടെ ജീവിതത്തിലാണെങ്കിലും വളരെയേറെ ശക്തമായിട്ട് പുതിയവയുടെ പ്രലോഭനം വളരെയേറെ ശക്തമാണ്. കമ്പോളം പറയുന്നതായ ചില വസ്തുക്കൾ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾക്കില്ലെങ്കിൽ ഇത് നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലെ യാതൊരു വിലയുമില്ല. വേഷം, ഭാഷ, വാഹനം, ഭവനം, ഭക്ഷണം ഇതെല്ലാം ഇപ്പോൾ ഒരു സ്റ്റാറ്റസിൻ്റെ സിമ്പലായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് വില കൊടുത്തും എന്ത് ത്യാഗം സഹിച്ചും ഇതൊക്കെയും നേടുവാനായിട്ട് മനുഷ്യൻ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതൊക്കെയും സ്വന്തമാക്കുവാനായിട്ട് നിർബന്ധിതരായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നതായ കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ലാളിത്യത്തിൻ്റെ ജീവിത രീതി സ്വീകരിക്കുന്നവർ പലപ്പോഴും മണ്ടത്തരമാണെന്നും അവർ മണ്ടന്മാരാണെന്നും ചിന്തിക്കുന്നതായ ഒരു പ്രവണത കൂടി ഇന്നത്തെ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. ദാനിയേലിനും കൂട്ടർക്കും ദാര്യാവേശ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ പ്രവേശനം കിട്ടിയിട്ടും സാധാരണ ഭക്ഷണവും ജീവിതശൈലിയുമൊക്കെ സന്തോഷത്തോടെ അവർ സ്വീകരിക്കുക. ഇന്നത്തെ സുവിശേഷ വേദഭാഗത്തിൽ യാക്കോബും യോഹന്നാനും യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് യേശു കർത്താവിനോട് ആവശ്യപ്പെടുന്നതായ ഒരു കാര്യം, 10-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം, നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ നിന്റെ ഇടത്തും ഇരുപ്പാനായിട്ട് വരം നൽകണമെന്ന് അവർ ചോദിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് യേശു കർത്താവ് നൽകുന്നതായ ശ്രദ്ധേയമായ മറുപടി, ഞാൻ ഏൽക്കുന്നത് ഏൽക്കണം, ഞാൻ ഏൽക്കുന്ന നുകം ഏൽക്കണം, ഞാൻ വഹിക്കുന്നതായ ക്രൂശ് നിങ്ങൾ വഹിക്കണം. ഇത് ആപത്തുകളുടെ ഒരു പ്രവാഹമാണ്. 10-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുകയാണ്, നിങ്ങൾ യാചിക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്നത് കുടിക്കുകയും ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്ഥാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് അവർ കഴിയുമെന്ന് പറയുകയാണ്. ഞാൻ കുടിക്കുന്നതായ പാനപാത്രം കുടിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിലും നമുക്കിത് കാണുന്നുണ്ട്. ഇത് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം ഏറ്റെടുക്കുന്നതാണ്. ഇത് രണ്ടും നഷ്ടപ്പെടുത്തലുകളുടെ വിഷയമാണ്. കർത്താവിൻ്റെ ക്രൂശ് മരണത്തോടും ജീവിതത്തോടും ഏകീഭവിക്കാതെ ഈ വഴിയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എവിടെയെല്ലാം നഷ്ടപ്പെടുത്തലുകൾ സംഭവിക്കുമോ തലചായ്ക്കാനിടയില്ലാതെ വരുന്നതായ കർത്താവിൻ്റെ മാതൃക പലപ്പോഴും സ്വീകരിക്കേണ്ടി വരുന്നതായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് യേശു കർത്താവ് അവിടെ പറയുകയാണ്, നിങ്ങളുടെ മഹാനാകുന്നവൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണമെന്ന്. മഹാൻ എന്ന പദത്തിന് യവനാപദമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മെഗലോയ് എന്നതാണ്. യവന റോമൻ പശ്ചാത്തലത്തിൽ ഭരണകർത്താവ് അഥവാ മറ്റൊരാൾക്കുമേൽ അധീശത്വം ചെലുത്തുവന്നവൻ എന്നാണ് ഈ പദത്തിന് അർത്ഥം. ശുശ്രൂഷക്കാരൻ എന്ന പദത്തിൻ്റെ വിശകലനവും വളരെ ശ്രദ്ധേയമാണ്. യവന ഭാഷയിലെ ഡയാക്കനോസ് എന്ന വാക്കാണ് മലയാളത്തിൽ ശുശ്രൂഷക്കാരൻ എന്ന് ഭാഷാന്തരം ചെയ്തിരിക്കുന്നത്. തീന്മേശയിൽ കാത്തു നിൽക്കുന്നവൻ എന്നതാണ് ഇതിന് അർത്ഥം. യവന ലോകത്തിൽ ഡയാക്കോനിയ എന്നത് ആഹ്ലാദത്തിൻ്റെ വിപരീത പദമായിട്ടും ഉപയോഗിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് മറ്റൊരുവന് ശുശ്രൂഷക്കാരനാകണം, മഹാനാകാൻ ഇച്ഛിക്കുന്നവനൊക്കെയും മറ്റൊരുവന് ശുശ്രൂഷക്കാരനാകണമെന്ന് പറയുമ്പോൾ എങ്ങനെ അതിൽ സന്തോഷിക്കുവാനായിട്ട് സാധിക്കും? അതുകൊണ്ട് അവനവൻ്റെ ആഹ്ലാദ വിനോദങ്ങളുടെ ത്യാഗം
ഈ ഒരു വാക്കുകളിലൂടെ യേശു കർത്താവ് ആവശ്യപ്പെടുകയാണ്. നീ മറ്റുള്ളവനേക്കാൾ മഹാനാകാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവന് നിന്നെ തന്നെ ദാസനായിട്ട് തീർക്കേണ്ടത് ആവശ്യമാണെന്ന് ഓർക്കുക. അപ്പോൾ രണ്ടാമതായിട്ട് യേശു കർത്താവ് പറയാണ്, ലാളിത്യത്തിൻ്റെ ഒരു മാതൃകയാണ് ശിഷ്യത്വത്തിനായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. മൂന്നാമതായിട്ട് നിലപാടുകളുടെ ശിഷ്യത്വമാണ് നാം കാണുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ദാനിയേലിനെ ഏതെങ്കിലും തരത്തിൽ കുടുക്കുന്നതിനു വേണ്ടി വളരെ ആസൂത്രിതമായ ചില നീക്കങ്ങൾ അവിടെ നടത്തുക. എന്നാൽ അവർക്കൊരു കുറ്റവും കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പരിമിതി ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. എങ്കിലും ദാനിയേലിൻ്റെ ജീവിത വിശുദ്ധിയും ധാർമ്മിക മൂല്യങ്ങളും നഷ്ടപ്പെടാതെ തന്നെ ഇവിടെ രാജകൊട്ടാരത്തിൽ അവർ ജീവിക്കുക. പണവും സ്ഥാനമാനങ്ങളും വർദ്ധിക്കുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള പ്രലോഭനങ്ങളും പലപ്പോഴും ജീവിതത്തിൽ വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതിനെയൊക്കെയും അതിജീവിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ജീവിത ശൈലിയുടെ ഭാഗമാണ്. ഇതൊക്കെയും ദൈവം തന്നതാണ്, ഇതൊക്കെയും ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുവാനായിട്ട് സാധിക്കുന്നവർക്ക് ഈ ലോകത്തിലെ പണത്തിലോ ധനത്തിലോ സുഖത്തിലോ ഒന്നും കൂടുതലായിട്ട് സന്തോഷം കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്, നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ നന്നല്ല എന്ന്. ശിഷ്യത്വത്തിന് ചേരാത്തതായ സമൂഹത്തിലെ പല തിന്മകളും സഭയ്ക്കുള്ളിൽ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് അഭിമാനിക്കുന്നവരുടെ ജീവിത രീതി കണ്ടിട്ട്, അവരുടെ സാക്ഷ്യം കണ്ടിട്ട് ഒരു വ്യക്തി പോലും സഭയിൽ ചേരാതിരിക്കുന്നതായ അനുഭവത്തിലേക്ക് സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സമ്പത്തിനോട് ആഭിമുഖ്യം വർദ്ധിക്കുകയും പലതിനും ഈ ലോകത്തിൻ്റെ ക്രമത്തിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഇതൊക്കെയും ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിന് വിരുദ്ധമാണ് എന്ന് നാം വേദപുസ്തകത്തിലൂടെ നമ്മുടെ ചിന്തകളിലൂടെ നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ശിഷ്യനാകുവാനായിട്ട് ആഗ്രഹിക്കുന്നവൻ പ്രിയമുള്ളതിനെ അല്ലെങ്കിൽ ആഹ്ലാദത്തിന് എതിരായിട്ട് സഞ്ചരിക്കേണ്ടി വരുന്നവനാണ്. അതിനാൽ യേശു കർത്താവ് പറയാണ്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്കുള്ളവനല്ല എന്നാണ് യേശു കർത്താവ് പറയുന്നത്. ചിലപ്പോഴെല്ലാം സന്തോഷങ്ങളുടെ ബലി ആവശ്യപ്പെടുന്നതാണ് ക്രിസ്തീയ ശിഷ്യത്വം എന്ന് നാം ഓർക്കണം. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ നിലപാടുകൾക്ക് എതിരായിട്ട്, ഈ ലോകത്തിൻ്റെയൊക്കെ തിരിച്ചീകരിക്കുന്നതായ നിലപാടുകൾ ഒരു ക്രിസ്തീയ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എടുക്കുവാനായിട്ട് സാധ്യമല്ല. മറിച്ച് ക്രിസ്തു കാണിച്ചു തന്നതായ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നേരിൻ്റെയും ലാളിത്യത്തിൻ്റെയും മറ്റുള്ളവരുടെ മധ്യേ ഏത് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ മറ്റുള്ളവർ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോഴേക്കും താൻ ഉറച്ചു നിൽക്കുന്നതായ നിലപാടിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് ദാനിയേലിനെ പോലെ നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാം ഓരോരുത്തരും ചിന്തിക്കുന്നത് ഇന്ന് ക്രിസ്തീയ ആരാധനയിൽ പങ്കെടുക്കുന്നതും കാണിക്ക അർപ്പിക്കുന്നതും കുറച്ചു സമയം പ്രാർത്ഥിച്ചതുകൊണ്ടും സുവിശേഷ വേലയിൽ സജീവമായിട്ട് തീരുന്നതുകൊണ്ടൊക്കെയും നമുക്ക് ശിഷ്യനായിട്ട് തീരാനായിട്ട് സാധിക്കുമെന്ന്. എന്നാൽ അതെല്ലാം ശിഷ്യത്വത്തിൻ്റെ ഭാഗമാണെങ്കിലും പ്രത്യുത ശ്രേഷ്ഠമായ ജീവിതശൈലിയുടെ ഉടമകളായിട്ട് നേരിൻ്റെ ശിഷ്യത്വത്തിലൂടെ ലാളിത്യത്തിൻ്റെ മാർഗത്തിലൂടെ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ നിലപാടുകളിലൂടെയും ആത്മനിയന്ത്രണത്തിലൂടെയും ത്യാഗത്തിലൂടെയും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ശിഷ്യത്വത്തെ നമുക്ക് ഉൾക്കൊള്ളാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. വളരെ നാളുകൾക്ക് മുമ്പ് ഞാൻ വായിച്ചതായ ഒരു കഥ ഇപ്രകാരമാണ്. അത് മലയാള മനോരമ പേപ്പറിലൊക്കെ സൺഡേ സപ്ലിമെൻറ്റിലൊക്കെ വന്നിട്ടുണ്ട്. ത്യാഗപരമായ സേവന തൽപരത നിലനിർത്തിയതായ ഒരു മനുഷ്യനാണ് ബീഹാറിലെ ഗോത്രവാസിയായ മൗണ്ട് മാൻ എന്നറിയപ്പെടുന്നതായ ദശരഥ് മഞ്ചി. 1959 തൻ്റെ ഭാര്യ ഒരു അപകടത്തിൽപ്പെട്ടു. ഗ്രാമത്തിൽ ഒരു ആശുപത്രി ഇല്ലാത്തതിനാൽ ചികിത്സ കിട്ടാതെ തൻ്റെ ഭാര്യ മരണപ്പെട്ടു. ഏറ്റവും അടുത്തുള്ള ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് 55 കിലോമീറ്റർ ദൂരെയുള്ള ഗയയിലാണ്. അവിടേക്കുള്ള യാത്രാമാർഗം നിർമ്മിക്കുവാനായിട്ട് 1960 മഞ്ചി തനിയെ തൻ്റെ ജീവിതത്തിൽ തുനിഞ്ഞിറങ്ങുകയാണ്. ഗ്രാമവാസികൾ ആദ്യം ഈ ദശരഥ് മഞ്ചിയെ ഭ്രാന്തനെന്ന് വിളിച്ച് അദ്ദേഹത്തെ അധിക്ഷേപിച്ചു. മഞ്ചി തൻ്റെ ഉദ്യമത്തിൽ നിന്നും പിന്മാറിയില്ല. ഒടുവിൽ മുൻപിലുണ്ടായിരുന്നതായ വലിയ പാറക്കെട്ടിനെ തുറന്ന് ആ മനുഷ്യൻ തനിയെ 15 കിലോമീറ്റർ കൊണ്ട് ഗയയിലെത്താവുന്ന റോഡുണ്ടാക്കി ലോകത്തെ ഞെട്ടിച്ചു. ആ വലിയ സേവനത്തിന് അദ്ദേഹം ത്യജിച്ചത് തൻ്റെ ആയുസ്സിൻ്റെ 22
വർഷങ്ങളായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ചിലതൊക്കെയും നേടുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ജീവിതത്തിൽ ക്രിസ്തീയ ശിഷ്യത്വത്തിലും ഒരു ത്യാഗം ജീവിതത്തിൽ ആവശ്യമാണ്. ദൈവശാസ്ത്ര ചിന്തകനും ജർമ്മനിയിലെ ഫ്ലോസൻബർഗിലുള്ളതായ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ 1906 രക്തസാക്ഷ്യം വരിക്കുകയും ചെയ്തതായ ബോൺഹോഫറുടെ വാക്കുകൾ നാം ഇത്തരത്തിൽ ഒരിക്കൽ കൂടി ഓർക്കേണ്ടത് ആവശ്യമാണ്. ശിഷ്യത്വത്തിന് വില കൊടുക്കേണ്ടത് സ്വന്തം ജീവിതത്തിലൂടെയാണ്. സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അപ്പുറമായിട്ട് അത് ആയുസ്സും ആരോഗ്യവും സമസ്ത സുഖങ്ങളും സുരക്ഷയും ത്യജിക്കുവാനായിട്ട് നമ്മെ വെല്ലുവിളിക്കുന്നതായ അനുഭവമാണ്. യഥാർത്ഥ ശിഷ്യനായിരിക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ നാളുകളിൽ നമ്മെ സഹായിക്കട്ടെ. ദൈവകൃപ നമ്മൾ ഓരോരുത്തരിലും പകരുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, നേരിൻ്റെയും ലാളിത്യത്തിൻ്റെയും ചില നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെയും അനുഭവത്തിൽ ജീവിപ്പാൻ കർത്താവേ അവിടുന്ന് ഞങ്ങളെ കൃപയായിട്ട് സഹായിക്കണമേ. പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ പതറിപ്പോകാതെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രതിസന്ധികളെ നേരിടുവാൻ, ജീവിതം തന്നെ മറ്റുള്ളവർക്ക് മാതൃകയുള്ളതായിട്ട് സാക്ഷ്യമുള്ളതായി തീർപ്പാൻ അവിടുത്തെ ആത്മാവ് ഞങ്ങളെ നിരന്തരമായിട്ട് സഹായിക്കണമേ. വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയും പ്രത്യാശയും ഞങ്ങളുടെ ജീവിതത്തിലൂടെ വെളിവാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവ്വബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. തിരുവചനം ശ്രമിച്ച് നമുക്ക് അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൽ നമ്മുടെ വിശ്വാസത്തിന് സന്നിധികളെ ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിയായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചെന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്ക സഭയിലും വിശുദ്ധ മാനസംസർഗത്തിനും പാപമോചനത്തിനും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിനും നിത്യജീവനും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ, നിങ്ങളോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുടെ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ ഇടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പെടുത്താ ദുഷ്ടം ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ ശിഷ്യത്വത്തിൻ്റെ വില. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കുകയും ശിഷ്യത്തിൻ്റെ യഥാർത്ഥമായ മാതൃകയും ശിഷ്യത്തിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യവും ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായെ അവിടുത്തെ ശിഷ്യന്മാരായിട്ട് ഈ ലോകത്തിന് പുറകെ പോകുന്നവരായിട്ടല്ല, യഥാർത്ഥമായിട്ട് ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നവരായി തീരുവാൻ അവിടുത്തെ ആത്മാവിനാൽ ദിനംതോറുമായി ഞങ്ങളെ പുതുക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആരാധനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങളിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ ശിഷ്ടകാലം കഴിപ്പാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാരായി ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം.
സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളും നടത്തി ശുദ്ധീകരിച്ച് വരുപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നമുക്ക് ഒരുങ്ങാം. അല്പസമയം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം കേട്ട നല്ല വചനങ്ങൾക്കായിട്ട് നന്ദി കരേറ്റാം. നേരിൻ്റെ മാതൃകയിലൂടെയും ലാളിത്യത്തിൻ്റെ മാതൃകയിലൂടെയും നിലപാടുകളുടെ മാതൃകയിലൂടെയും യഥാർത്ഥ ശിഷ്യനായിരിക്കാനായിട്ട് ദാനിയേലിനെ പോലെ ഉറച്ചു നിൽക്കാനായിട്ട് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സെന്റ് ജെയിംസ് കുടുംബമായിട്ട് ദൈവവരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നാം കേട്ട വചനത്തെ പോലെ ജീവിതത്തിലെ ലാളിത്യവും നേരും തെറ്റിനെതിരായിട്ട് നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരുമായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിരന്തരമായി നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശ്വാസത്തിൻ്റെ പ്രഭാത സമയത്തിൽ തിരുവമ്പാകെ തലകളെ വടക്കിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ശരീരമായ പ്രയാസങ്ങളുടെ ഭാരങ്ങളും വർദ്ധനോട് കടന്നു പോകുന്നവരുണ്ട്. ദൈവകൃപാവരിലും ഓരോ കുടുംബങ്ങളിലും പകർന്നു കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാളിതുവരെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം കരേറ്റാം. നാം അധിവസിക്കുന്നതായ നമ്മുടെ ദേശത്തിനായിട്ടും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശാന്തതയ്ക്കായിട്ടും സ്വസ്ഥതയ്ക്കായിട്ടും സൗഖ്യത്തിനായിട്ടും നന്ദിയോടെ ദൈവത്തിൻ്റെ സ്തോത്രം കരേറ്റാം. കോവിഡ്-19 പ്രയാസങ്ങളിൽ നിന്ന് പരിപൂർണമായ വിടുതൽ ദേശത്തിനും കർത്താവെ സമൂഹത്തിനും കർത്താവ് നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൂരദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരെ ഈ നാളുകളിലെ ഓഫീസുകളിലും പുറത്ത് വിവിധങ്ങളായുള്ള മേഖലകളിൽ ജോലിക്കായി പോവുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വന്തമായി ബിസിനസ് സംരംഭങ്ങൾ ചെയ്യുന്നവരെ ദൈവകൃപയിൽ പൊതിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അണുബാധകളൊന്നും കൂടാതെ ദൈവകൃപ നമ്മുടെ കുടുംബങ്ങളിലും കുഞ്ഞുങ്ങളിലൊക്കെ വ്യാപരിപ്പാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ജെയിംസ് ദേവസ്യ സഹോദരനെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവിൻ്റെ വേർപാടിൻ്റെ ദുഃഖം പ്രിയമക്കൾക്കുണ്ടെങ്കിലും പ്രിയമച്ച കർത്താവിൻ്റെ അടികൾ ഒരു നാൾ നാം ഓരോരുത്തരും ചെന്നു ചേരുമെന്നുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടും ജീവിപ്പാനായിട്ട് കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ എല്ലാ ആവശ്യങ്ങളെയും ഓരോ കുടുംബങ്ങളെയും അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വാഹിച്ചു. എൻ്റെ വേദന സർവ്വവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എൻ്റെ വേദന സർവ്വവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ.
അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവെ, നല്ല വിശുദ്ധ ദുസ്ഥനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പല ഭവനങ്ങളിലിരുന്നുകൊണ്ട് കർത്താവെ തിരുമുഖത്തേക്ക് നോക്കുവാൻ ബലഹീനരാകുന്ന ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് കൃപയായിട്ട് സഹായിച്ചുകൊണ്ട് സ്തോത്രം. ആയുസിൻ്റെ ഓരോ ദിനവും ഞങ്ങളെ അതിശയമായിട്ട് വഴി നടത്തുന്ന വിധങ്ങൾക്കായിട്ടും വഴികൾക്കായിട്ടും നന്ദി അറിയിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും വഴി നടത്തുന്നതും അനുഭവിച്ചുകൊണ്ട് ദൈവമേ, ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിലും ഭവനാന്തരീക്ഷത്തിലൊക്കെയും അണുബാധകളൊന്നും കൂടാതെ ദൈവകൃപയിൽ ഞങ്ങളെ പൊതിയുന്നതോർത്ത് നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളുടെ പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിലൊക്കെയും ദൈവത്തിൻ്റെ പൊന്നുകരം ഞങ്ങളെ ഓരോരുത്തരെയും താങ്ങി നടത്തിക്കൊണ്ട് സ്തോത്രം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ബലപ്പെടുത്തും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തുമെന്നുള്ള ഉറപ്പും വിശ്വാസവും പ്രത്യാശയും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നുണ്ട് സ്തോത്രം. പ്രായത്തിൻ്റെ ബലഹീനതകൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം കർത്താവെ ആരോഗ്യത്തോടും ബലത്തോടും അവരെ അവിടെ നിന്ന് നിലനിർത്തണമേ. അവരുടെ ആവശ്യങ്ങളൊക്കെ നല്ല സഖിയായിട്ട് കർത്താവ് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുരിതം ചാരിതമായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവെ, വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ജെയിംസ് ദേവസ് സഹോദരനെ കുടുംബമായിട്ടോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപിതാവിൻ്റെ വേർപാടിലും പ്രിയമക്കൾക്ക് ദുഃഖമുണ്ടെങ്കിലും ദൈവകൃപയിലെ കർത്താവെ, പ്രിയമക്കൾക്ക് ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സഭയിലെ ഓരോ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ ഈ നാളുകളിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവകൃപ പകർന്നവരെ അനുഗ്രഹിക്കണമേ. ഭവനാന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പഠിക്കുന്ന ഞങ്ങളുടെ മക്കളെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കണമേ. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോകേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അണുബാധകളൊന്നും കൂടാതെ കർത്താവ് പരിപാലിക്കണം. ദൂരദേശങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന മക്കളൊക്കെ ഉണ്ട്. കർത്താവിൻ്റെ കൃപയാൽ അവരെ വഴി നടത്തണമേ. ആവശ്യങ്ങളൊക്കെ നല്ല സഖിയായിട്ട് കർത്താവ് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. തലമുറകളെ നൽകി കർത്താവ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ ദിവസം ഞങ്ങൾക്കെല്ലാവർക്കും തിരുസന്നിധിയിൽ ഒന്നിച്ചു കൂടുവാൻ കർത്താവ് കൃപയായിട്ട് സഹായിച്ചുകൊണ്ട് സ്തോത്രം. ദൈവമായ കർത്താവെ, നേരിന്റെ മാർഗത്തിലൂടെ ദൈവിക കൃപകളെ അനുഭവിച്ചുകൊണ്ട് കർത്താവെ യഥാർത്ഥമായിട്ട് ലാളിത്യത്തിൻ്റെയും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരായി ജീവിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് തുടർന്ന് ഞങ്ങളെ സഹായിക്കണമേ. സെൻറ് ജെയിംസ് കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. എല്ലാ നന്മയിലും ഉറപ്പിച്ച് ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപ നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്ര പ്രാർത്ഥനകളുടെ പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും അനുപൂർവമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചെന്നും പരിപാലിച്ചെന്നും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത അതിൻ്റെ വിലപിച്ചുള്ള സ്നേഹത്തിന് വേണ്ടിയും കൃപാമഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നളിനിയുള്ളവരായി തീരേണ്ടതിന് നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അതരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസ്തുതപ്പെടുത്തേണ്ടത് നിന്റെ സകല കരുണകളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവിടുന്ന് നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുടെ ദൈവമേ, ഈ സമയത്ത് ഏകമനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളും പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവർത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനം പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ നാമത്തിലായ അവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ ആരാധനയിൽ പങ്കാളികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ദൈവനാമത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ സ്തോത്ര വഴിപാട് ജനറൽ ഓഫർട്ടറി 3250 രൂപ, ബർത്ത്ഡേ ഓഫർട്ടറി ആയിട്ട് ലഭിച്ചത് 3500 രൂപ, ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഓഫർട്ടറി ആയിട്ട് ലഭിച്ചത് 15000 രൂപ, താങ്ക്സ് ഓഫറിംഗ് ആയിട്ട് ലഭിച്ചത് 1000 രൂപ, ആകെ 22,750 രൂപ. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതായ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് ഉള്ളതായ സഭയിൽ നിന്ന് നൽകുന്നതായ സാമ്പത്തിക സഹായത്തിനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അത് കുഞ്ഞുങ്ങൾ പഠിക്കുന്നതായ സ്കൂളിലെ അധികാരിയുടെ കയ്യിൽ നിന്നുള്ളതായ
ഫീസിൻ്റെ സ്ട്രക്ചറും അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷനും സഭാ വികാരിക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഓരോ സംഘടനകളുടെയും ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്മിറ്റ് ചെയ്യണമേ എന്ന ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ നാളുകളിൽ നമ്മുടെ സെൻറ്റ് ജെയിംസ് ഫാമിലി പ്രെയർ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കും സെൻറ്റ് ജെയിംസ് കോട്ടേജ് പ്രെയർ ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്കും നടത്തപ്പെടുന്നുവല്ലോ. താല്പര്യത്തോടെ പങ്കെടുക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ദൈവനാമത്തിൽ അറിയിക്കുന്നു. സാഹചര്യമുണ്ടായിട്ടും പങ്കെടുക്കാതെ മാറി നിൽക്കുന്നവർ കൂടി പങ്കെടുക്കണമേ എന്ന ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവകൃപ അനുഭവിക്കാനുമുള്ള സമയമായിട്ട് ഇതിനെ വേർതിരിക്കണമേ എന്നും ഏവരെയും അറിയിക്കുന്നു. നമ്മുടെ സമാഗമായ ജെയിംസ് ദേവസ്യയുടെ പിതാവ് ദേവസ്യ പത്രോസ് 83 വയസ്സ് 22-ാം തീയതി രാവിലെ 7 മണിക്ക് ദൈവസന്നിധിയോട് ചേർക്കപ്പെട്ടു. അന്നേ ദിവസം വൈകുന്നേരം തന്നെ ശുശ്രൂഷ ശുശ്രൂഷകൾ തൊടുപുഴയ്ക്കടുത്തുള്ള ഇമ്രാല എന്ന് പറയുന്ന സെൻറ്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഓൺലൈനായിട്ട് സ്തോത്രദാനങ്ങൾ സമർപ്പിക്കുന്നവർ ദയവായിട്ട് ആ കാര്യം അറിയിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായവും സഹകരണവുമാണ് നമ്മുടെ സെൻറ്റ് ജെയിംസ് കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് നിദാനമായിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ നൽകിയ എല്ലാ സഹകരണത്തിനും സഹായത്തിനും നന്ദി കരയറ്റുന്നു. തുടർന്നുള്ള നാളുകളിലും നിങ്ങളുടെ ഏവരെയും സഹായവും സഹകരണവും നമ്മുടെ സഭയുടെ വളർച്ചയ്ക്കുണ്ടാകണമേ എന്നും ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനവും വിവാഹവാർഷികവും കൊണ്ടാടിയവരുടെ പേരുകൾ വായിക്കുന്നു. ജന്മദിനം മിസ്സിസ് ബേബി എം, വിവാഹവാർഷികം മിസ്സിസ് ജീബ തോമസ് ആൻഡ് മിസ്റ്റർ ബിബി വർഗീസ് കോശി, മിസ്സിസ് തങ്കറാണി ആൻഡ് മിസ്റ്റർ ഷിബു ജോൺ. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും അതിനുശേഷം ജന്മദിനവും വിവാഹവാർഷികവും കൊണ്ടാടിയവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ആയുസ്സിൻ്റെ ഓരോ ദിനവും ഞങ്ങളെ വഴി നിർത്തുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർപ്പിക്കുന്നുവല്ലോ. ദൈവകൃപയിൽ ഞങ്ങളെ പൊതിയുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ജന്മദിനത്തിലൂടെയും കർത്താവെ വിവാഹവാർഷികത്തിലൂടെയും പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അവിടുത്തെ പ്രിയമക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ പുതിയ വർഷം കർത്താവെ അവരുടെ ജീവിതത്തിന് അനുഗ്രഹത്തിനും നന്മയ്ക്കും മുഖാന്തരമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. എല്ലാ നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തണം. നന്ദിയുള്ള മക്കളായിട്ട് തിരുസന്നിധിയിൽ ജീവിപ്പാനും ദൈവത്തിൻ്റെ കൃപകളെയും നന്മകളെയും കൂടുതലായിട്ട് ജീവിതത്തിൽ പ്രാപിപ്പാനും അവിടുത്തെ ആത്മാവിനാൽ ഓരോരുത്തരെയും സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ പ്രിയപ്പെട്ടവരോടുകൂടി ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഞാൻ ആ കീർത്തനങ്ങളിൽ 202-ാമത്തെ കീർത്തനം പാടിയതിന് സമയത്ത് നമ്മുടെ സ്തോത്രദാനങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നവർ ദയവായിട്ട് ആ കാര്യം അറിയിക്കണമേ എന്നും ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ദാനം എത്ര മധുരം, പൂർണ്ണ സമാധാനം, പൂർണ്ണ ആനന്ദം. ഞാൻ കീർത്തനങ്ങൾ 202-ാമത്തെ കീർത്തനം.
നമ്മയും ഈ ദാനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളുമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെയും ഇതർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒടുവിൽ വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. ദൈവത്തിൻ്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൃപയുള്ളവനായിരിക്കുമാറാകട്ടെ. ആമേൻ. ആരാധനയുടെ മംഗളമായ 261 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ആത്മാവാം വഴികാട്ടി എന്നെ സദാ നടത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ നല്ല വിശുദ്ധ ദിവസത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തിരുമുമ്പാകെ ഒന്നിച്ചു കൂടുവാൻ കുടുംബമായിട്ട് കർത്താവേ, തിരുസന്നിധിയിലെ വിശുദ്ധ ആരാധനയിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചുകൊണ്ട് സ്തോത്രം. ദൈവകൃപയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പൊതിയണമേ. ഈ വരുന്ന ഒരാഴ്ചക്കാലം കർത്താവിൻ്റെ കൃപയും സ്നേഹവും വാത്സല്യവും അനുഭവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ നന്മയിലും ഞങ്ങളെ ഉറപ്പിച്ച് ബലപ്പെടുത്തണമേ. നാൾത്തോറും കർത്താവിൻ്റെ മക്കളായിട്ട് ജീവിപ്പാൻ, കൂടുതൽ അടുത്ത് ദൈവകൃപകളെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ കർത്താവ് കൃപയായിട്ട് ഞങ്ങളെ നിരന്തരമായി സഹായിക്കണം. എല്ലാ നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, നിങ്ങളുടെ ആത്മാവോടുകൂടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവ് നാമത്തിൽ തന്നെ. ആമേൻ.